ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ദേ ഇവിടെ ഞാനും വാവച്ചിയും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നാളെ നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പ് എന്ന് പറയുമ്പം നമ്മൾ വാവച്ചിയുടെ അപ്പയുടെ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാണ് നാളെ. അപ്പോൾ നമ്മൾ വാവച്ചിനെ കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ വാവച്ചിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ കേട്ടോ. അതായത് നമ്മൾ യാത്ര പോകുമ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കരുതണം എന്നുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്താൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ എടുത്തു വെക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ബ്രഷും പേസ്റ്റും. അപ്പോൾ അതേ വാവച്ചിയുടെ ബ്രഷും പേസ്റ്റും നമ്മൾ ഇതിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രഷും പേസ്റ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. രാവിലെയും വൈകുന്നേരം നമ്മൾ ബ്രഷ് ചെയ്യണം പിള്ളേർക്ക്. അപ്പം ബ്രഷും പേസ്റ്റും നമ്മൾ എന്തായാലും എടുത്തു വെക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യം, കുളി കഴിഞ്ഞിട്ട് നമ്മൾ വാവച്ചിക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ബോഡി ലോഷൻ, പിന്നെ ഫേസ് ക്രീം, സൺസ്ക്രീൻ ലോഷൻ, അതൊക്കെ നമ്മൾ എടുത്ത് മറക്കാണ്ട് വയ്ക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ ഒരു കവറിൽ വയ്ക്കുകയാണെങ്കിൽ അത് ലീക്കായാലും പോകത്തില്ല. അപ്പം നമ്മൾ സിബ് ചെയ്തല്ല വെച്ചിരിക്കുന്നത്. അപ്പം ലീക്കായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം ബോഡി ലോഷൻസ്, ആവശ്യയുടെ സൺസ്ക്രീൻ ലോഷൻ, ഫേസ് ക്രീം, ഇതാണ് അതിനകത്ത് എടുത്ത് വെച്ചേക്കണേ. പിന്നെ മൂന്നാമത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഡയപ്പർ മസ്റ്റാണ്. ഇപ്പം ഈ പ്രായത്തിൽ ഡയപ്പർ എന്തായാലും ആവശ്യമാണ്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം, ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ഡയപ്പർ ആവശ്യമാണ്. അപ്പോൾ ഡയപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വെളിയിലൊക്കെ പോകുമ്പം എന്തായാലും അത്യാവശ്യമുള്ളൊരു കാര്യമാണത്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മറക്കരുത്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൈപ്സ്, ഇത് നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. വൈപ്സ് എവിടെ പോയാലും വൈപ്സ് കൂടെ കാണും. കാരണം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേർ യാത്ര ചെയ്യുമ്പം വൊമിറ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് നമുക്ക് വൈപ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നാളെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാറിൽ യാത്ര ചെയ്താലും ബസ്സിൽ യാത്ര ചെയ്താലും ഒരു കുപ്പി ഞാൻ വെള്ളം എപ്പോഴും കൂടെ കാണും. അതായത് നമുക്ക് ഇപ്പോൾ പിള്ളേർ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിന് ഞാനൊന്ന് എടുത്തു വെച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയാണ്, നാളെ പോകുമ്പോൾ ഞാൻ എടുത്തു വയ്ക്കും. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വാവച്ചിയുടെ മേക്കപ്പ് ഐറ്റംസ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാവച്ചിയുടെ വളകൾ, പിന്നെ വാവച്ചിയുടെ പൊട്ട്, വാവച്ചിയുടെ ചീപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ചീപ്പ്, പൊട്ട്, പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഹെയർ ബാൻഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വാവച്ചിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ വാവച്ചിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രത്യേകം എടുത്തു വെക്കണം. അല്ലെങ്കിൽ എങ്ങാനും മറന്നാൽ നമ്മൾ പെട്ടു. അപ്പോഴായിരിക്കും വാവച്ചിക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ് ആയ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തോന്നും, പിന്നെ പൊട്ട് വയ്ക്കാൻ തോന്നും. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകം എടുത്തു വെക്കണം, അല്ലേ? ഉണ്ട്, ഇപ്പോഴേ കയ്യിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഐറ്റം, വാവച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടവൽസ് എടുത്ത് വെക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 2-3 ടവൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വന്നാലോ. അപ്പം അതുകൊണ്ട് 2-3 ടവൽസ്, ബേബി ടവൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം, പെട്ടെന്ന് നമുക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ തോന്നുമല്ലോ. കാരണം എനിക്ക് ബേബി ഉണ്ടായ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എത്ര ദിവസം അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നു അത്രയും ദിവസത്തിനുള്ള ഡ്രസ്സ് മാത്രം നമ്മൾ എടുക്കരുത്. കുറച്ച് 2-3 ഐറ്റംസ് ഡ്രസ്സ് എക്സ്ട്രാ എടുക്കണം. ഇപ്പം ഞാൻ ഒരു 2 ദിവസമാണെങ്കിൽ പോകുന്നെങ്കിൽ ഞാനൊരു 4-5 ഡ്രസ്സ് എടുക്കും എക്സ്ട്രാ. കാരണം പിള്ളേർക്കായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്താണ് എപ്പോഴാണ് പ്രശ്നം വരിക എന്ന്. അതായത് വീഴുക, വെള്ളം ഫുള്ളാകുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് 2 ദിവസം പോകുവാണെങ്കിൽ ഒരു 4-5-6 ഡ്രസ്സ് എടുക്കും. അപ്പം വാവച്ചിക്ക് അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിയിലൊക്കെ ഇടാനായിട്ട്, നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഇടാനായിട്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ.
പിന്നെ ഞാൻ വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം എത്ര ദിവസം അവിടെ നിൽക്കുന്നോ അത്ര ദിവസം ആദ്യം ഞാൻ കൗണ്ട് ചെയ്യും ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് 2-3 ഡ്രസ്സ് എക്സ്ട്രാ എടുത്തു വയ്ക്കും. അപ്പം ഒരു ദിവസത്തേക്ക് ഞാൻ 2 ഡ്രസ്സാണ് കൗണ്ട് ചെയ്താക്കണേ. അപ്പം 3 ദിവസമാണെങ്കിൽ 2, 4, 6 ഡ്രസ്സ് എടുത്തു വയ്ക്കും. പിന്നെ അതിൻ്റെ കൂടെ 3 ജോഡിയും കൂടെ എക്സ്ട്രാ എടുത്തു വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ശരിക്കും ചെയ്യാറ്. കാരണം നമുക്ക് ഡ്രസ്സ് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തു വയ്ക്കും വീട്ടിടാനായിട്ട്. വാവച്ചിയുടെ വീട്ടിലിട്ടുന്ന ചെരുപ്പും പിന്നെ പുറത്ത് പോകുന്ന ചെരുപ്പൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പുറത്ത് പോകാൻ ഒരു 2 ജോഡി ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലിടാനായിട്ട് ഒരു ചപ്പലും അത് 2 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാവച്ചിയുടെ ബാഗ്, ഒരു ചെറിയ ബാഗ്, അതായത് നമ്മൾ പെട്ടെന്ന് വീട്ടിലൊക്കെ പോകുവാണെങ്കിൽ വാവച്ചിക്ക് ബാഗ് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പം അതില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് ഈ കടയിൽ പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയ ബാഗ് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എപ്പോഴാണ് വാവച്ച അതിന് വേണ്ടി കരയണമെന്ന് എനിക്കറിയത്തില്ല. സോ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം വാവച്ചി നോർമലി വാവച്ചി ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വൊമിറ്റ് ചെയ്യുമ്പം 2-3 ഡ്രസ്സ് എനിക്ക് മാറേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പം 2-3 ഡ്രസ്സ് എക്സ്ട്രാ ഞാൻ കാറിൽ മാത്രം വയ്ക്കാനായിട്ട് 2-3 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാറിൽ വയ്ക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഐറ്റംസ്. പിന്നെ അത്യാവശ്യമായിട്ട് ബാഗ്. ഇതിൻ്റെ അകത്ത് എന്താ വെച്ചേക്കണമെന്ന് വെച്ചാൽ വാവച്ചിക്ക് വേണ്ടിയിട്ടുള്ള കോമ്പ്, അതായത് വണ്ടിയിൽ വെച്ച് ചെയ്യുവാനുള്ള കോമ്പ്, അത് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു സാനിറ്റൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇപ്പം തരാം നിൽക്ക്. ഇപ്പം വേണോ? ഒരു മിനിറ്റ്. പിന്നെ ഒരു ചെറിയ ഹാൻഡ് കർച്ചീഫ്. പിന്നെ അത്യാവശ്യം വേണ്ട മെഡിസിൻസിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് പറയാൻ മറന്നുപോയി. ഇപ്പം പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കോൾഡോ എന്തെങ്കിലും കോൾഡോ എന്തെങ്കിലും ഫീവറോ പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് എടുക്കാൻ മറക്കല്ലേ. മെഡിസിൻസ് ബാഗിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പെട്ടെന്ന് തായോ മമ്മയ്ക്ക് എടുത്ത് വെക്കട്ടെ. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. മെഡിസിൻസ് നമ്മൾ മറക്കുകയും ചെയ്യും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മമ്മ എടുത്തു വെക്കട്ടെ. പിന്നെന്താ വാവച്ചി നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യം? പിന്നെ വാവച്ചിൻ്റെ എടുത്തോണ്ട് പോകണം. അത് മറക്കല്ലേ വാവച്ചി? ഇതെന്തേ മുഖത്ത് കാണിച്ചിട്ടാക്കണേ? കണ്ടോ, മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്തിട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പിള്ളേരുടെ ഫേവറേറ്റ് ടോയ്സ് കാണുമല്ലോ, 1-2 ടോയ്സ് കാണും, ഫേവറേറ്റ് ടോയ്സ്. അപ്പം ആ കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പോൾ വാവച്ചിക്ക് ഒരു ഫേവറേറ്റ് ടോയ് ഉണ്ട്, ബാഹു എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഒരിക്കലും എടുത്തു വയ്ക്കാൻ മറക്കത്തില്ല. പിന്നെ അത് എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല. എപ്പോഴും വാവച്ചിയുടെ കയ്യിൽ അത് എപ്പോഴും കാണും. അതില്ലെങ്കിൽ വാവച്ചി ഉറങ്ങത്തില്ല, ഫുഡ് കഴിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളത് എപ്പോഴും എടുത്തുകൊണ്ട് പോകും. അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫേവറേറ്റ് ടോയ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.